നമസ്കാരം. മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സ് എന്ന് പറയുന്ന പോർഷനിലെ ഏതാനും പലതരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം. ഇഫ് ദ മെട്രിക്സ് എ ബി സി ഡി ഇസ് കമ്മ്യൂട്ട് വിത്ത് ദ മെട്രിക്സ് 1 1 0 1, അങ്ങനെയാണെങ്കിൽ ഈ എ ബി സി ഡി തമ്മിൽ 4 റിലേഷൻസ് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഈ പ്രോബ്ലം ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് കമ്മ്യൂട്ട് ചെയ്യും എന്ന് നമുക്കറിയാം അല്ലേ, അത് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വേറെ ഇതിനകത്തൊരു പെട്ടെന്ന് നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ കമ്മ്യൂട്ട് ചെയ്യാന്നുള്ള ഓപ്പറേഷൻ എഴുതി നോക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ഓപ്ഷൻ. സോ എ ബി സി ഡി 1 1 0 1 is equal to 1 1 0 1 ടൈംസ് എ ബി സി ഡി. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എ പ്ലസ് ബി സി പ്ലസ് ഡി എന്ന് കിട്ടും. റൈറ്റ് സൈഡിൽ നമുക്ക് കിട്ടുക എ പ്ലസ് സി അല്ലെ, റോ കോളംസ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്തത് ബി പ്ലസ് ഡി സി ആൻഡ് 0 ഡി ഇങ്ങനെ കിട്ടും. ഇതാണ്. അപ്പോൾ ഈ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇക്വേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എ ഈക്വൽ ടു എ പ്ലസ് സി എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് കിട്ടുക സി ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ സി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കിട്ടി. രണ്ടാമത് നമുക്ക് പെട്ടെന്ന് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്തപ്പോൾ ഒരു വാല്യൂ കിട്ടി, സി കിട്ടി. അടുത്തത് നമ്മൾ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ സി പ്ലസ് ഡി ഈക്വൽ ടു സി എന്ന് കിട്ടും. ദാറ്റ് ഇസ് സി ക്യാൻസൽ ആയി പോയിട്ട് ഡി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇപ്പോൾ സിയും ഡിയും 0 എന്ന് കിട്ടും. അടുത്തത് ഈ രണ്ട് ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ എ പ്ലസ് ബി ആൻഡ് ബി പ്ലസ് ഡി, എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് ഡി എന്ന് കിട്ടും. ബി ക്യാൻസൽ ആവും ആൻഡ് എ ഈക്വൽ ടു ഡി എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എ ഈക്വൽ ടു ഡി ആണ്, അതുപോലെ സി 0 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആൻസറായി ഈ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ്. ഇതിനകത്ത് വേറെ ഒരു ഷോർട്ട് കട്ട് ഒന്നുമില്ല. ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മുടെ സ്പീഡ് ഓഫ് കാൽക്കുലേഷൻസ് തന്നെയാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ പ്രോബ്ലം. ഇഫ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ഈക്വൽ ടു 0 വിച്ച് ഇസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു എ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തായിരിക്കും, നമ്മൾ ഇവിടുന്ന് ഓരോ എക്സാമ്പിൾ എടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം എടുക്കുക. ഫസ്റ്റ് പ്രോബ്ലത്തിൽ എ എടുത്തു, അതിൻ്റെ അഡ്ജോയിൻറ്റ് കണ്ടുപിടിച്ചു, 2 മൾട്ടിപ്ലൈ ആയിട്ട് 0 കിട്ടുന്നുണ്ടോ നോക്കുക എന്നുള്ളതാണ് അല്ലേ. ഒരു ഓപ്ഷൻ ഡയറക്റ്റ് ഓപ്ഷനാണ്. പക്ഷേ അത് ഇൻ കേസ് ആദ്യത്തെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ചെയ്ത് നോക്കണം. അതും കിട്ടിയില്ല മൂന്നാമത്തെ ചെയ്യണം. അപ്പോൾ ഒരു വലിയൊരു ലെങ്തി പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ അറിയാവുന്ന ഒരു അഡ്ജോയിൻറ്റ് ഓഫ് എയും തമ്മിൽ അറിയാവുന്ന ഒരു റിസൾട്ട് എന്താണ്, അതാണ് നമ്മുടെ ഫസ്റ്റ് ഐഡിയ. നമുക്കറിയാവുന്ന ഇതാണ്, എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഫോമുലയാണ് അല്ലേ. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഒരു എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ആൻഡ് ഡിറ്റർമിനന്റ് എ കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ഡിറ്റർമിനന്റ് ഓഫ് എ ടൈംസ് ഐ ഈക്വൽ ടു എ ടൈംസ് അഡ്ജോയിൻ്റ് ഓഫ് എ ഇങ്ങനെ കിട്ടും അല്ലേ. ഇതിപ്പോൾ നല്ല റിസൾട്ടാണ്, കാരണം ഇതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് നമുക്കൊരു 0, ആക്ച്വലി എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് രണ്ട് മെട്രിക്സുകളാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു 0 മെട്രിക്സ് കിട്ടണം അല്ലേ, 0 മെട്രിക്സ് കിട്ടണം. ഐ എന്ന് പറയുന്ന ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ ശരിക്കും ഐ എന്ന് പറയുന്നത് മെട്രിക്സ് ഇവിടെ എല്ലാം 2/2 തന്നിരിക്കുക. അപ്പോൾ ശരിക്കും ഈ ലെഫ്റ്റ് സൈഡിലുള്ള സംഭവം എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ 0 0 ഡിറ്റർമിനന്റ് ഓഫ് എ ഇങ്ങനെ കിട്ടണം അല്ലേ. ആൻഡ് ദിസ് ഹാസ് ടു ബി 0. ഇത് 0 ആവണം. അപ്പോൾ പിന്നെ ആകെയുള്ളൊരു ഓപ്ഷൻ എന്താണ്, ഡിറ്റർമിനന്റ് ഓഫ് എ 0 ആവണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇത്രയും നോക്കിയാൽ മതി, ഈ മെട്രിക്സിൽ ഏതിൻ്റെ ഡിറ്റർമിനന്റ് ആണ് 0 ആയിട്ടുള്ളത്, അതായിരിക്കും ആൻസർ. ഇപ്പം ജസ്റ്റ് അത് മാത്രം നോക്കിയാൽ പോരെ. ഫസ്റ്റ് വൺ എന്തായാലും ഡിറ്റർമിനന്റ് 1 ആണ്, രണ്ടാമത്തേതിൻ്റെ ഡിറ്റർമിനന്റ് 0 ആണ്, തീർച്ചയായിട്ടും അതായിരിക്കും ആൻസർ. മൂന്നാമത്തെ നോക്കിയാൽ ഡിറ്റർമിനന്റ് -1 ആണ്, നാലാമത്തേതിൻ്റെ ഡിറ്റർമിനന്റ് 1 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓപ്ഷൻ 2 ആയിട്ടുള്ള ഓപ്ഷൻ 2 ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A is equal to 2x 0 xx and A inverse is
1 0 minus 1 2 then x is what? അപ്പോൾ ഒരു ഓക്കെ, ഇതിനകത്തുള്ളൊരു എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു ഓപ്ഷൻ ഇതാണ്, നമുക്ക് എ ഇൻവേഴ്സ് തന്നിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ടൊരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്, 1 0 minus 1 2 ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ ഇതിന്റെ ഇൻവേഴ്സ് എടുത്താൽ എ ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് തീർച്ചയായിട്ടും ആരായിരിക്കും? എ ആയിരിക്കും. എന്ന് വെച്ചാൽ എ കണ്ടുപിടിക്കാൻ 1 0 minus 1 2 ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മതി, ഈ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഈ ഇൻവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്തുള്ള ഒരു എലമെന്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും അല്ലേ. അപ്പോൾ ഈ ഇൻവേഴ്സ് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള റിസൾട്ട് നമ്മൾ നേരത്തെ തിയറിക്കകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുകളിൽ ഒരു അഡ്ജോയിന്റ് ഓഫ് എഴുതണം. അപ്പോൾ ഈ 1ഉം 2ഉം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇന്റർചേഞ്ച് ചെയ്താൽ മതിയാവും. 2 1 ഇടുക, ഇവിടെ മൈനസ് ഇടുക, ഇവിടെ മൈനസ് ഇടുക അല്ലേ. ഡിവൈഡഡ് ബൈ ഇതിന്റെ ഡിറ്റർമിനന്റ് എഴുതണം. ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ കിട്ടും, 1 0 1/2 1/2 എന്ന് കിട്ടും. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം ഇതാണ് എക്സ് എന്ന് പറയുന്നത് അല്ലേ. എക്സ് എന്ന് പറയുന്നത് ഇത് രണ്ടും എക്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്തെന്ന് പറയാം, എക്സ് ഇസ് ഈക്വൽ ടു 1/2 എന്ന് പറയാം. ഒരു ഓപ്ഷൻ നമുക്ക് ഇങ്ങനെ ഈ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും അല്ലേ. ഒരു ഓപ്ഷൻ ഇതാണ്. വേറെ ഒരു ഓപ്ഷൻ എന്തായിരിക്കും? ഇത് ഒരു മെത്തേഡാണ് അല്ലേ. ഓർ നമുക്ക് വേറെ രീതിയിൽ ഈ പ്രോബ്ലം ചെയ്യാം. ഇപ്പോൾ നമുക്കറിയാം എയും എ ഇൻവേഴ്സും തന്നിട്ടുണ്ടല്ലോ, മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്ത് കിട്ടും? ഐഡന്റിറ്റി കിട്ടും. ക്ലിയർ ആണ്. അപ്പോൾ 2x 0 x x എന്ന് പറയുന്ന മെട്രിക്സും 1 0 minus 1 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും കിട്ടേണ്ടത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ അത് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതിയല്ലോ അല്ലേ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x കിട്ടും, ഇവിടെ ഇത് 2x കിട്ടും. ശരിക്കും ഇത് മതിയല്ലോ അല്ലേ. ബാക്കി എലമെന്റ് ഒന്നും കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമുക്കിത് ഐഡന്റിറ്റി കിട്ടണം, ഇങ്ങനെ കിട്ടണമെന്ന് അറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി, ഫസ്റ്റ് എലമെന്റ് 2x ആണ്, ഇത് 1 ആണ്. സോ 2x ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു പ്രോബ്ലം തന്നെ പല രീതിയിലും ഒക്കെ ചെയ്ത് നോക്കുക, പല രീതിയിൽ എക്സ്പേർട്ട് ആവുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4th one. If A and B are two non-singular matrices of the same order, okay, എയും ബിയും നോൺ സിംഗുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം അല്ലേ. അപ്പോൾ അഡ്ജോയിന്റ് ഓഫ് എ ബി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് ഇത് എവിടെ തുടങ്ങണം എന്നൊരു ചോദ്യമാണല്ലേ. ഇപ്പോൾ അഡ്ജോയിന്റ് ഓഫ് എ ബിക്ക് നമ്മൾ റിസൾട്ട് ഒരുപക്ഷെ റിസൾട്ടായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ ബി ഈക്വൽ ടു ഡിറ്റ് എ ഇൻറ്റു ഡിറ്റ് ബി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ അഡ്ജോയിന്റ് ഓഫ് എ ബിക്ക് നമ്മൾ റിസൾട്ട് ഒരുപക്ഷെ നമ്മളത് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് തന്നെ നോക്കണം. നമുക്കൊരു എ ബി ഉണ്ട്. അപ്പോൾ എ ബിയുടെ അഡ്ജോയിന്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ചിന്തിക്കേണ്ടത് ഒരുപക്ഷെ എങ്ങനെ ആയിരിക്കാം, തുടങ്ങേണ്ടത് ഇവിടെ ആയിരിക്കാം. എ ബി ഇൻവേഴ്സിന്റെ ഫോർമുലയിൽ തുടങ്ങാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അഡ്ജോയിന്റ് ഓഫ് എ ബി ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ബി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് ഡയറക്റ്റ് എത്താം. അതിൽ ഈ അഡ്ജോയിന്റ് ഓഫ് എ ബി എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അവിടെ തന്നെ എ ബി ഇൻവേഴ്സ് എന്താണെന്ന് നമുക്കറിയാം, അത് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണ് അല്ലേ. സോ അഡ്ജോയിന്റ് ഓഫ് എ ബി ഇവിടെ ഉണ്ട്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിറ്റർമിനന്റ് ഓഫ് എ ബി എന്ന് പറയുന്നത് ആക്ച്വലി ഡിറ്റ് എ ഇൻറ്റു ഡിറ്റ് ബി ആണ്, ശരിയാണല്ലോ. അപ്പം അത് നമുക്ക് ക്ലിയർ ആണ്. ഇനിയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിറ്റ് എയും ഡിറ്റ് ബിയും എന്ന് പറയുന്നത് കോൺസ്റ്റന്റുകളാണ്, അത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം അല്ലേ. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, അതായത് ബി ഇൻവേഴ്സ് ഇൻറ്റു, ഇതൊരു കോൺസ്റ്റന്റ് ആണല്ലോ, ഡിറ്റർമിനന്റ് ഓഫ് ബി ടൈംസ് എ ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ. ഇങ്ങനെ ഇതൊന്ന് ഇങ്ങോട്ടൊന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ ഉള്ളൂ. റൈറ്റ് സൈഡിൽ നമുക്ക് എന്തുണ്ട്? അഡ്ജോയിന്റ് ഓഫ് എ ബി ഉണ്ട്. ഇതിപ്പോൾ നല്ല രസകരമായ റിസൾട്ട് ആയി, കാരണം ബി ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് ആക്ച്വലി ആരാണ്? അതാണ് അഡ്ജോയിന്റ് ഓഫ് ബി അല്ലേ. അപ്പോൾ ഇത് അഡ്ജോയിന്റ് ഓഫ് ബിയുടെ ഫോർമുലയാണ്, ഇത് അഡ്ജോയിന്റ് ഓഫ് എയുടെ ഫോർമുലയാണ്. അപ്പോൾ അഡ്ജോയിന്റ് ഓഫ് ബി ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ എന്ത് കിട്ടി? അഡ്ജോയിന്റ് ഓഫ് എ ബി കിട്ടി. ഇത്രേ ഉള്ളൂ. അപ്പോൾ അഡ്ജോയിന്റ് ഓഫ് എ ബി എന്ന് പറയുന്നത് അഡ്ജോയിന്റ് ഓഫ് ബി ടൈംസ് അഡ്ജോയിന്റ് ഓഫ് എ ആണ്. അതായത് ഓപ്ഷൻ 1 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, വായിച്ച് മനസ്സിലാക്കാൻ തന്നെ ഉണ്ടല്ലേ. എ 5x5 മെട്രിക്സ്, 5x5 മെട്രിക്സ് ആണ് എം ഓഫ് റിയൽസ് ഹാസ് ഓൾട്ടർനേറ്റീവ് റോസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വിത്ത് ദ ഫസ്റ്റ് റോ പോസിറ്റീവ്. നമ്മൾ എഴുതി തന്നെ നോക്കേണ്ടി വരും അല്ലേ. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്, എലമെന്റുകൾ എന്താണെന്ന് പറഞ്ഞിട്ടില്ല, അതിന്റെ സൈനുകളെ കുറിച്ച് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് റോ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, 1 2 3 4 5. അപ്പോൾ സെക്കൻഡ് റോ നെഗറ്റീവ് ആണ്.
അടുത്ത പോസിറ്റീവാണ്, അടുത്ത് നെഗറ്റീവാണ്, അടുത്ത് വീണ്ടും പോസിറ്റീവാണ്. അപ്പം ഇതാണ് നമ്മുടെ മെട്രിക്സ്. എം എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുന്ന ഇതാണ്. ഇത് തന്നിട്ടുണ്ട്. എം എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ്. എന്നിട്ട് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്, ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഓഫ് എം എം ഡാഷ് വെയർ എം ഡാഷ് ഈസ് എ ട്രാൻസ്പോസ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? എം ഡാഷും കണ്ടുപിടിക്കേണ്ടി വരും. എം ഡാഷ് എന്താണ് എം ഡാഷ് അല്ലേ? അപ്പോൾ ഞാൻ എം ഡാഷ് ഇവിടെ എഴുതുകയാണെങ്കിൽ ഈ റോയെ എന്താക്കി എഴുതിയാൽ മതിയാവും? കോളംസ് ആയിട്ട് എഴുതിയാൽ മതിയാവും അല്ലേ? അപ്പോൾ എം ഡാഷ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ നേരെ ഇപ്പോൾ ഫസ്റ്റ് എലമെൻറ്റുകളെല്ലാം ഇങ്ങനെ വരും. ഇതെല്ലാം നെഗറ്റീവ് വരും, ഇതെല്ലാം പോസിറ്റീവ് വരും, നെക്സ്റ്റ് കോളം നെഗറ്റീവ് വരും, അടുത്ത കോളം പോസിറ്റീവ് വരും. ഇതാണ് എം ഡാഷ് എന്ന് പറയുന്ന മെട്രിക്സ്. എം ഡാഷ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എമ്മും എം ഡാഷും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും എന്നുള്ളതാണ് ചോദ്യം അല്ലേ? ചുരുക്കി പറഞ്ഞാൽ ഇത് രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം, അത്രേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ശരിയല്ലേ? ഇപ്പം ഇത് നമ്മൾ ചെയ്ത് നോക്കാം. ഇത് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പം ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ? ഇപ്പം ഇവിടെ കണ്ടോ, റോ കോളം മൾട്ടിപ്ലിക്കേഷൻ. ഫസ്റ്റ് റോ ഫുള്ള് പോസിറ്റീവ് ആണ്, ഫസ്റ്റ് കോളം ഫുള്ള് പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതൊരു പോസിറ്റീവ് കിട്ടും. ഫസ്റ്റ് റോ പോസിറ്റീവ്, സെക്കൻഡ് കോളം ഫുള്ള് നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോസിറ്റീവും നെഗറ്റീവും കൂടെയാണ്. അപ്പോൾ അത് നെഗറ്റീവ് കിട്ടും. അടുത്തതും പോസിറ്റീവും നെഗറ്റീവ് ആണ്, അതും നെഗറ്റീവ് കിട്ടും. അപ്പോൾ അങ്ങനെ 5 നെഗറ്റീവ് ടേമുകൾ നമ്മൾ ആഡ് ചെയ്യായിരിക്കും ചെയ്യുക. ശരിയല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അടുത്തത് പോസിറ്റീവ് 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 നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ്. അടുത്തത് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് 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 പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. ഇനിയിപ്പോൾ ഒരു നമുക്ക് എന്ത് പറയാം, ഒരു 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 സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിൽ നമ്മൾ പോകുന്നത് അല്ലേ? ഒരു പാറ്റേൺ പോലെ ആയത്. പ്ലസ് 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 മൈനസ് പ്ലസ് മൈനസ് പ്ലസ്, അടുത്തത് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ്, അടുത്തത് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇത് കറക്റ്റ് എന്താണെന്ന് നോക്കൂ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓൾ റോസ് ആർ പോസിറ്റീവ് അല്ല, ഓൾ റോസ് ആർ നെഗറ്റീവ് അല്ല, ഓൾട്ടർനേറ്റ് റോസ് ആർ പോസിറ്റീവ് അല്ല, ഓൾ ഡയഗണൽ എൻട്രീസ് ആർ പോസിറ്റീവ്. യെസ് അല്ലേ? അപ്പോൾ അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, പ്രോബ്ലം ജസ്റ്റ് വായിച്ചിട്ട് മനസ്സിലാക്കുക, എഴുതി തന്നെ നോക്കുക. അപ്പോൾ അവിടെ നമ്മുടെ സ്പീഡ് ഓഫ് ദ കാൽക്കുലേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാണുമ്പോൾ തന്നെ നമ്മൾ പലതും മൈൻഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റൻ ഇതാണ്. ഒരു ഡിറ്റർമിനന്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഒരു ഡിറ്റർമിനന്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, 13 14 ഇത് കോളം വൈസ് വായിച്ചാൽ ഇത് കുറച്ച് എളുപ്പമാണ് അല്ലേ? 13 14 15 16 17 18 20 19 20 21 എന്ന് പറയുന്ന കണ്ടിന്യൂസ് ആയിട്ട് 13 മുതൽ 21 നമ്പേഴ്സ് നമ്മൾ കോളംസ് ആയിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെയായിരിക്കും? എല്ലാം വലിയ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഡെഫിനേഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പല രീതിയിൽ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ചില ഓപ്പറേഷൻസ് വൈസ് നമുക്ക് ചെയ്യുന്നതായിരിക്കും നമുക്ക് എളുപ്പം. ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് R2 ഗീവ്സ് R2 മൈനസ് R1 ആണ്. സോ ദാറ്റ് എൻ്റെ പർപ്പസ് ഇതാണ്, ഇത് 0 ആക്കുക, ഇത് 1 ആക്കുക എന്നുള്ളതാണ് അല്ലേ? ഇതിനെ ഇപ്പോൾ ഒന്ന് 1 ആക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് റോ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. 13 16 19 ഇരിക്കട്ടെ. 14 മൈനസ് 13 1 കിട്ടി. 17 മൈനസ് 16 17ൽ നിന്ന് 16 പോയാൽ 1 കിട്ടി. 20 മൈനസ് 19 അതും 1 കിട്ടി അല്ലേ? അടുത്ത ഞാൻ ഓരോ ഓപ്പറേഷൻ കൂടെ ചെയ്യാമെന്ന് വിചാരിക്കാം. അത് R3 മൈനസ് R1 ആണ്. അപ്പോൾ 15ൽ നിന്ന് 13 പോയാൽ 2 കിട്ടി. 12ൽ നിന്ന് 18 പോയാൽ 2 കിട്ടി. 21 മൈനസ് 19 അതും 2 കിട്ടി. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ടൊരു മെട്രിക്സ് ഇങ്ങനെ ഈ ഡിറ്റർമിനന്റ് മാറി. ഇകത്തെ നമുക്ക് പറയാൻ പറ്റും ഈ 2 റോ പ്രൊപ്പോർഷനിലാണ്. 1 1 1 2 2 2. വേറെ ഒന്നും ആലോചിക്കേണ്ട, ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ റോ ഓപ്പറേഷൻസ് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ എക്സ്പീരിയൻസ് ആണ്. കുറേ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ കുറേ ഐഡിയാസ് നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ അത് നോക്കിയിട്ട് കണ്ടെത്തുക എന്നുള്ളത്, അതിനകത്തുള്ളൊരു പാറ്റേൺ കറക്റ്റായിട്ട് നമ്മൾ ആ സമയത്തിൽ സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ഇൻ എ മെട്രിക്സ് എ 2 rows are interchanged and we obtain matrix B. 2 റോ ഇന്റർചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു മെട്രിക്സ് ആണ് ബി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അല്ലെ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ എന്താണെന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും എയ്ക്കകത്തുള്ള
2 rows ആർ ഇന്റർചേഞ്ച്. 2 rows അല്ലേ ഇന്റർചേഞ്ച് ചെയ്തിട്ടുള്ളൂ, 2 rows ഇന്റർചേഞ്ച് ചെയ്തു. അപ്പോൾ 2 rows ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് ബി എന്ന് പറയുക അല്ലേ. അപ്പോൾ ബി എന്ന് പറയുന്നത് എയുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒരു പ്രാവശ്യം ഇന്റർചേഞ്ച് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് കിട്ടും, ഒരു മൈനസ് കിട്ടും. നമ്മൾ ആ റിസൾട്ട് ആയിട്ട് കണ്ടതാണ്. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് ബി എന്ന് കിട്ടും, സിമ്പിൾ. ഓക്കെ, അടുത്ത ഒരു ചോദ്യം ഇതാണ്. ഒരു ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്. എം എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് 1 2 3 0 4 6 2 0 1 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡിറ്റർമിനന്റ് ഓഫ്, ആക്ച്വലി ദിസ് ഇസ് ഡിറ്റർമിനന്റ് ആണ്, ഡിറ്റർമിനന്റ് ഓഫ് 1 8 3 0 16 6 2 2 1 എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരു റിലേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇത് തമ്മിൽ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ഇതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ എം എന്ന് പറഞ്ഞ മെട്രിക്സിൽ നിന്നും എന്തോ ഒരു സംഭവം ചെയ്തിട്ടാണ് ഇത് ഇവിടെ എത്തിയിട്ടുള്ളത് അല്ലെ. ഇത് എങ്ങനെയോ ഈ എമ്മിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു ഡിറ്റർമിനന്റ് ആണ് ഇത് എങ്ങനെ ചെയ്തു എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചില ഒബ്സർവേഷൻസ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കാണാൻ പറ്റുക. സി 1 0 2 എന്ന് പറഞ്ഞ ഫസ്റ്റ് കോളത്തിനോട് ചേഞ്ച് ഒന്നുമില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അല്ലെ, അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ലാസ്റ്റിൽ തന്നെ ചേഞ്ച് ഒന്നുമില്ല, അതും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. സി 3 6 1ഉം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റും തേർഡും കോളംസിന് ചേഞ്ച് ഒന്നുമില്ല. പിന്നെ വരുന്നത് രണ്ടാമത്തെ കോളം 2 4 0യിൽ നിന്നും 8 16 2ലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ വന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ഈ ചേഞ്ച് എന്താണ് എന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യും അല്ലേ. ഇതാണ്, ഇത് എന്ത് ചേഞ്ച് ആയിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. 2 4 0യിൽ നിന്നും അത് കോളം ഓപ്പറേഷൻ കൂടി തന്നെ വരണം. എന്ത് കോളം ഓപ്പറേഷൻ ചെയ്തപ്പോഴാണ് ഇതിവിടെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അല്ലേ. അത് ഇപ്പോൾ ഇതിനെ 2 കൊണ്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്, അപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മളിവിടെ നോക്കുമ്പോൾ ഇതിനകത്ത് ഡയറക്റ്റ് നമുക്കൊന്നും ചെയ്യാനില്ല. ഈ 0യിൽ നിന്ന് ഈ 2ലേക്ക് എത്തുന്ന ഒരു ട്രാൻസിഷൻ കുറച്ച് പ്രശ്നമാണ്. നമുക്കത് ഒരു പെട്ടെന്ന് നോക്കുന്ന ഒരു നോട്ടത്തിൽ ഒരു റോ ഓപ്പറേഷൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോളം ഓപ്പറേഷൻസ് വെച്ചിട്ടോ നമുക്ക് പെട്ടെന്നൊന്നും അത് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്തായിരിക്കും, തീർച്ചയായിട്ടും ഡയറക്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതേ ഇവിടെ ഒരു ഓപ്ഷൻ നിലവിൽ പെട്ടെന്ന് ഉള്ള ഒരു നോട്ടത്തിൽ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റിലത്തെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല, ഡിറ്റർമിനന്റ് നമ്മൾ കണ്ടുപിടിക്കാം. സോ 1 into 4 ഫസ്റ്റ് കോളം വെച്ച് എടുക്കുകയാണെങ്കിൽ കുറച്ച് നമുക്ക് എളുപ്പമുണ്ടാവും. പ്ലസ് 2 times 12 minus 12. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് 4 എന്ന് കിട്ടും, ആദ്യത്തെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമ്മൾ നോക്കിയാൽ 1 8 3 0 16 6 2 2 1 ആണ്. അപ്പോൾ 1 times 16 minus 12 ഫസ്റ്റ് കോളം വെച്ചിട്ട് തന്നെ ഇവിടെ എടുക്കാം. പ്ലസ് 2 times 48 minus 48. സെക്കൻഡ് പാർട്ട് എന്തായാലും 0 ആകുന്നുണ്ട് അല്ല, അപ്പോൾ ഇതും 4 എന്ന് കിട്ടി. അപ്പോൾ സെയിം ആണ്, അപ്പോൾ ഡയറക്റ്റ് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ചില കേസിൽ നമുക്ക് ഈവൻ എന്താ പറയുക, ഈ എങ്ങനെയാണ് ഈ ഓപ്പറേഷൻസ് തമ്മിൽ വർക്കൗട്ട് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തോന്നി അപ്പം തന്നെ നേരിട്ട് ചെയ്തോളൂ എന്നുള്ളതാണ് അല്ലേ. വേറെ അതിനകത്തൊരു ഓപ്ഷൻ ഒന്നും കാണുന്നില്ല. എനിവേ ഓക്കെ, അവിടെ ആൻസർ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു മെട്രിക്സ്, അത് ഇൻ ടൈംസ് ഓഫ് AIJ ആണ് തന്നിട്ടുള്ളത്. 10/10 മെട്രിക്സ് ആണ്. വേർ AIJ ഈക്വൽ ടു 1 if I less than j 0 otherwise. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന പ്രോബ്ലംസ് നമ്മൾ കറക്റ്റായിട്ട് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. I less than j എന്ന് വെച്ച് കഴിഞ്ഞാൽ, I എന്ന് വെച്ചാൽ റോ ഇൻഡെക്സ് ആണ്, j എന്ന് വെച്ചാൽ കോളം ഇൻഡെക്സ് ആണ് അല്ല. അപ്പോൾ ഈ പൊസിഷൻ 1 1 1 2 1 3 ഇങ്ങനെയാണ് 1 10ലേക്ക് പോവുക. അപ്പോൾ I എപ്പോഴും ലെസ് ദാൻ j എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതാണ് ഡയഗണൽ എൻട്രീസ് എങ്കിൽ ഡയഗണലിന്റെ മുകളിലുള്ള എലമെന്റുകളെ കുറിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ പൊസിഷനിൽ വരുന്ന എലമെന്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പൊസിഷനിലുള്ള എല്ലാ എലമെന്റും എന്താണ്, 1 ആണ് അല്ലെ. അപ്പോൾ ഈ പൊസിഷനിലുള്ള കംപ്ലീറ്റ് എലമെന്റുകൾ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം 1 എന്ന് എഴുതാം. ഇതെല്ലാം 1 ആണ്. പക്ഷെ ഈ ബാക്കി എല്ലാ സ്ഥലത്തും 0 ആണ്, ഇൻക്ലൂഡിങ് ഇറ്റ്സ് ഡയഗണൽ. ബാക്കി എല്ലാ പൊസിഷനിലും എന്താണ്, 0 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ മെട്രിക്സ് വളരെ ക്ലിയർ ആണ്. ഡയഗണൽ എൻട്രീസ് 0 ആയിട്ടുള്ള ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിന്റെ ഡിറ്റർമിനന്റിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. ഒബ്വിയസ്ലി ആൻസർ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതാണ്.
എ എന്ന് പറയുന്ന ഒരു നോൺ സിംഗുലർ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണ്. ബി ഇസ് ദ മെട്രിക്സ് ഒബ്റ്റൈൻഡ് ഫ്രം എ ബൈ ആഡിങ് 3 മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ്സ് ഫസ്റ്റ് റോ ടു ഇറ്റ് സെക്കൻഡ് റോ ദെൻ ദ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് ദിസ്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബി എന്താണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബി എങ്ങനെ ഒബ്റ്റൈൻ ചെയ്യാം? ബി ഇസ് ദ മെട്രിക്സ് ഒബ്റ്റൈൻഡ് ഫ്രം എ ബൈ ആഡിങ് 3 മൾട്ടിപ്പിൾസ് ഓഫ് ഫസ്റ്റ് റോ ടു സെക്കൻഡ് റോ. അതായത് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്തിരിക്കുകയാണ്. R2 gives R2 plus 3 times R1. ഇങ്ങനെ ഒരു ഓപ്പറേഷനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഓൾറെഡി കണ്ടു. ഈ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് ചേഞ്ച് ഉണ്ടാവില്ല എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ബിയുടെ ഡിറ്റർമിനന്റ് എയുടെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ കണ്ടു അല്ലേ? ഇങ്ങനെ ഒരു ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്കറിയാം. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിറ്റർമിനന്റ് ഓഫ് 2 times A ഇൻവേഴ്സ് ഓഫ് ബി. ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് എ എന്ന് പറയുന്നത് ഇൻവെർട്ടിബിൾ ആണ്, 3/3 മെട്രിക്സ് ആണ്. അപ്പോൾ എ ഇൻവേഴ്സ് ടൈംസ് ബി എന്ന് പറയുന്നതും ഒരു 3/3 മെട്രിക്സ് ആയിരിക്കും. അതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇത് എങ്ങനെ കിട്ടും? 2 ക്യൂബ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് ബി എന്ന് കിട്ടും. ഇനി ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് ബി എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് ടൈംസ് ഡിറ്റർമിനന്റ് ഓഫ് ബി ആണ്. അതിൽ തന്നെ ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ 1 ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. ഇത് ഡിറ്റർമിനന്റ് ഓഫ് ബി ആണ്. പക്ഷേ ഡിറ്റർമിനന്റ് ഓഫ് എയും ബിയും ആരാണ്? സെയിം ആണ്. അപ്പോൾ ഇത് ക്യാൻസൽ ആയി പോയിക്കോളും. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടും? 8 എന്ന് കിട്ടും. അപ്പോൾ 8 ആണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 മെട്രിക്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, സി എന്ന് പറയുന്ന ഒരു മെട്രിക്സ്. എല്ലാം 10/10 മെട്രിക്സസ് ആണ്. ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നോക്കാം എന്താണെന്നുള്ളത്. ഫസ്റ്റ് എ 1 1 1 ആണ്. ഫസ്റ്റ് പൊസിഷനിൽ 1 ആണ്. ബാക്കിയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഡിറ്റർമിനന്റ് ഓഫ് എയും എന്താണ്? 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയും ഫസ്റ്റ് പൊസിഷൻ B1 1 0 ആണ് അല്ലേ? ബാക്കി ഇതിപ്പോ എ എന്ന് പറയുന്ന മെട്രിക്സ് ഡിറ്റർമിനന്റ് ഓഫ് എ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു A12 എക്സെട്ര A1 10 ഉണ്ടാവും അല്ലെ? ഇത് A21 എക്സെട്ര A2 10 ഉണ്ടാവും എക്സെട്ര A10 1 to A10 10 ഉണ്ടാവും അല്ലെ? ഇതാണ് 10/10 മെട്രിക്സ്. അപ്പോൾ B1 1 0 ആണ്. ബാക്കിയെല്ലാം ഇത് ആര് തന്നെയാണ്? എ തന്നെയാണ് അല്ലെ? A12 എക്സെട്ര A110 തുടങ്ങി ഇവിടെ A10 1 തുടങ്ങി A10 10 തന്നെ. ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷേ ബിയുടെ ഡിറ്റർമിനന്റ് ഓഫ് ബി എന്ന് പറയുന്നത് -1 ആണെന്നാ പറഞ്ഞിരിക്കുക. ഓക്കെ. ഇനി സി എന്ന് പറയുന്ന വേറൊരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. സി എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഫസ്റ്റ് എലമെന്റ് 2 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി വീണ്ടും ആര് തന്നെയാണ്? എ തന്നെയാണ് അല്ലെ? A12 A110 A10 1 എക്സെട്ര A10 10. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെ? ഇതാണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് സി? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് സി? ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ചോദ്യം അല്ലെ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനൊരു ഒരു ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കുന്നു എന്ന് വിചാരിക്കാം. ഡിറ്റർമിനന്റ് ഓഫ് എ നമ്മൾ കണ്ടുപിടിക്കാം യൂഷ്വൽ നമ്മുടെ മെത്തേഡിൽ. കാരണം ഇവിടെ മുതൽ ഇവിടം വരെയുള്ള എലമെന്റുകളെല്ലാം സെയിം ആണ് അല്ലെ? എല്ലാ മെട്രിക്സിലും ഇത്ര എലമെന്റുകൾ സെയിം ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് റോ വെച്ചിട്ട് തന്നെ എയുടെ ഡിറ്റർമിനന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ ബി സി, ഡിറ്റർമിനന്റ് ഓഫ് എയും ഡിറ്റർമിനന്റ് ഓഫ് ബിയും തന്നിട്ടുണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഈ ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മളിപ്പോൾ ഫസ്റ്റ് റോ വെച്ച് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പോൾ 1 ഇൻറ്റു ഇവിടെ ഒരു പോർഷൻ കിട്ടും. നമുക്ക് ഇതിനെ ഒരു M ഉണ്ടെന്ന് വിളിക്കാം. കാരണം അതെല്ലാത്തിനും കോമൺ ആണ്. ഇവിടെയും അതേ സംഭവം ഉണ്ടാവും, സിയിലും ഈ സെയിം ടേം തന്നെ വരും അല്ലെ? പ്ലസ് പിന്നെ ബാക്കി ഈ റോ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ ടേം ഉണ്ടാവും. ഒരു വലിയ ടൈം ആയിരിക്കും അത്. ആ ടൈമിനെ നമുക്കൊരു സിംഗിൾ ടൈം, അത് എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു K എന്ന് വിളിക്കാം അല്ലെ? അപ്പൊ നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് എലമെന്റ് A11 എന്ന് വെച്ചാൽ 1 ആണ്.
സോ 1 × M1 + K എന്ന് പറഞ്ഞൊരു വലിയ ടൈം കിട്ടും അല്ലെ, വാട്ട് എവർ ഇറ്റ് ഈസ് അങ്ങനെ കിട്ടും. ഇതിൽ എയുടെ ഡിറ്റർമിനന്റ് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്, 1 ആണ്. സോ 1 + M1 + K എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടും. ഇനി ഡിറ്റർമിനന്റ് ഓഫ് ബി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ 0 × അതാണ് ഫസ്റ്റ് എലമെന്റ്, 0 × M1 + K എന്ന് കിട്ടും. അതിൽ നമുക്ക് കെയുടെ വാല്യൂ ഡയറക്റ്റ് -1 ആണെന്ന് കിട്ടും. അപ്പൊ ആ കെയുടെ വാല്യൂ ഇവിടെ -1 ആണെന്ന് കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ് ഇപ്പൊ തന്നെ പറയാം M1ന്റെ വാല്യൂ 2 ആണെന്ന് പറയാം. അപ്പൊ M1 ഉം Kയും നമുക്ക് കിട്ടി. ഇനി ഇതുപോലെ തന്നെ ഡിറ്റർമിനന്റ് ഓഫ് സി കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ ഫോർമുല 2 × M1 + K എന്ന് വരും. M1 നമുക്ക് 2 ആണെന്ന് കിട്ടി, K -1 ആണെന്ന് കിട്ടി. അപ്പൊ ആൻസർ നമുക്ക് 3 എന്നാണ് കിട്ടുക. സോ ഓപ്ഷൻ ഇസ് 4. ഫോർത്ത് ഓപ്ഷൻ ആയ 3 ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. ആൻഡ് ലെറ്റ് സീ വൺ മോർ പ്രോബ്ലം. ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല, പകരം ഇതൊരു കൗണ്ടിങ് പ്രോബ്ലം ആണ്. ഇത് ഇപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ മെട്രിക്സിനകത്ത് വരുന്ന ഒരു കൗണ്ടിങ് പ്രോബ്ലം ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നേ ഉള്ളൂ, ഒരു ട്രയലിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കാം എങ്ങനെയാണ് ഇത് സംഭവിക്കാന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം. അതായത് യൂസിങ് ഓൺലി 1 and 0 ഫൈൻഡ് ദ നമ്പർ ഓഫ് 3/3 മെട്രിക്സസ് ദാറ്റ് ആർ ഡയഗണൽ. അപ്പൊ നമുക്കൊരു 3/3 ഡയഗണൽ മെട്രിക്സ് ആണ് ഉള്ളത്, എ എന്ന് വിളിക്കാം അല്ലെ. അപ്പോൾ ഇത് ഡയഗണൽ മെട്രിക്സ് ആയതുകൊണ്ട് A0 0 0 B0 0 0 C എന്ന് കിട്ടും. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ഈ 3 പൊസിഷനിലും 0യോ 1ഓ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെ. അങ്ങനെയുള്ള എത്ര മെട്രിക്സസ് ഉണ്ടാവും എന്ന് നമ്മൾ കൗണ്ട് ചെയ്താൽ മാത്രം മതി. അപ്പൊ ആക്ച്വലി നമുക്ക് ഇവിടെ 3 പൊസിഷൻസ് ആവുള്ളത്. ഒന്ന് A11 A22 A33 3 പൊസിഷൻ. ഓരോ പൊസിഷനിലും ഏതൊക്കെ ചോയ്സ് ഉണ്ടെന്ന് നോക്കിയാൽ മതിയോ. അപ്പൊ ഇവിടെ നമുക്കൊരു 0 1 പ്ലേസ് ചെയ്യാം, ഇവിടെയും നമുക്കൊരു 0 1 പ്ലേസ് ചെയ്യാം, ഇവിടെയും നമുക്കൊരു 0 1 പ്ലേസ് ചെയ്യാം അല്ലെ. അപ്പൊ മൊത്തം ശരിക്കും ഒരു കൗണ്ടിങ് പ്രോബ്ലം ആണ്. അതുകൊണ്ട് A11 2 എലമെന്റ് ഉണ്ട്, B22 22 പൊസിഷനിൽ 2 പോസിബിലിറ്റി ഉണ്ട്, 33 പൊസിഷനിൽ നമുക്ക് 2 പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ മൊത്തം 2³ അല്ലെങ്കിൽ 8 പോസിബിലിറ്റീസ് നമുക്ക് കിട്ടും. അപ്പോൾ 8 മെട്രിക്സുകൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇതേ പ്രോബ്ലം നമ്മൾ അപ്പർ ട്രയാങ്കുലർ ആണെന്ന് വിചാരിക്കാം. എത്ര അപ്പർ ട്രയാങ്കുലർ മെട്രിക്സസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അവിടെയും നമുക്ക് എന്ത് ചെയ്താൽ മതിയാവും, ഇതുപോലെ തന്നെ ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യുക, എ എന്ന് പറയുന്ന അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പോൾ കണ്ടീഷൻസ് എത്രയേ ഉള്ളൂ, ഇത് ABC 0 DE 0 0 F ഇങ്ങനെ കിട്ടും. അപ്പോൾ ആക്ച്വലി ഇവിടെ ഇത്രയും പൊസിഷൻസാണ് വരുന്നത്. ഇവിടെയൊക്കെ ഐദർ 0 or 1 നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും, വേറെ കണ്ടീഷൻസും റെസ്ട്രിക്ഷൻസും ഒന്നുമില്ല. അപ്പോൾ 6 പൊസിഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് സച്ച് മെട്രിസസ് വിൽ ബി 2 to the power 6 എന്ന് കിട്ടും, 64 എന്ന് കിട്ടും. 64 ആയിരിക്കും അതിന്റെ ആൻസർ വരിക. ഇനി മൂന്നാമത്തെ ഒരു കണ്ടീഷൻ ചോദിച്ചിരിക്കുന്നത് നോൺ സിംഗുലർ അപ്പർ ട്രയാങ്കുലർ ആണ്. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ ആലോചിക്കണം, അപ്പർ ട്രയാങ്കുലർ സെറ്റ് ചെയ്യണം, അതിൽ നോൺ സിംഗുലർ ആയിട്ടും വരണം. അപ്പൊ നമ്മൾ കൗണ്ട് ചെയ്യണം അങ്ങനെ എത്ര പോസിബിലിറ്റീസ്, ഏതൊക്കെ പൊസിഷണൽ റെസ്ട്രിക്ഷൻ കൊടുക്കണം എന്നുള്ളത്. എനിവേ ആ പ്രോബ്ലം ഞാനിവിടെ ചെയ്യുന്നില്ല. സോ ലെറ്റ് ദിസ് ബി എ ട്രയൽ ഫോർ യു. ഓക്കെ, നിങ്ങൾ ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ഒരു 12ഓളം പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഇനി വേറെ ഓപ്ഷൻസ് ഇല്ല, ലൈക്ക് യു ഹാവ് ടു പ്രാക്ടീസ് ദ മോർ ക്വസ്റ്റ്യൻസ്. എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് പോസിബിൾ ആണോ അത്രയും പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.
നമസ്കാരം. മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സ് എന്ന് പറയുന്ന പോർഷനിലെ ഏതാനും പലതരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം. ഇഫ് ദ മെട്രിക്സ് എ ബി സി ഡി ഇസ് കമ്മ്യൂട്ട് വിത്ത് ദ മെട്രിക്സ് 1 1 0 1, അങ്ങനെയാണെങ്കിൽ ഈ എ ബി സി ഡി തമ്മിലുള്ള 4 റിലേഷൻസ് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഈ പ്രോബ്ലം ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് കമ്മ്യൂട്ട് ചെയ്യും എന്ന് നമുക്കറിയാം അല്ലേ, അത് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വേറെ ഇതിനകത്തൊരു പെട്ടെന്ന് നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ കമ്മ്യൂട്ട് ചെയ്യാന്നുള്ള ഓപ്പറേഷൻ എഴുതി നോക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ഓപ്ഷൻ. സോ എ ബി സി ഡി 1 1 0 1 ഇസ് ഈക്വൽ ടു 1 1 0 1 ടൈംസ് എ ബി സി ഡി. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എ പ്ലസ് ബി സി പ്ലസ് ഡി എന്ന് കിട്ടും. റൈറ്റ് സൈഡിൽ നമുക്ക് കിട്ടുക എ പ്ലസ് സി അല്ലെ, റോ കോളംസ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്തത് ബി പ്ലസ് ഡി സി ആൻഡ് 0 ഡി ഇങ്ങനെ കിട്ടും. അപ്പം ഇതാണ്. അപ്പോൾ ഈ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇക്വേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എ ഈക്വൽ ടു എ പ്ലസ് സി എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് കിട്ടുക സി ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ സി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കിട്ടി. രണ്ടാമത് നമുക്ക് പെട്ടെന്ന് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്തപ്പോൾ ഒരു വാല്യൂ കിട്ടി, സി കിട്ടി. അടുത്തത് നമ്മൾ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ സി പ്ലസ് ഡി ഈക്വൽ ടു സി എന്ന് കിട്ടും. ദാറ്റ് ഇസ് സി ക്യാൻസൽ ആയി പോയിട്ട് ഡി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇപ്പോൾ സിയും ഡിയും 0 എന്ന് കിട്ടും. അടുത്തത് ഈ രണ്ട് ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ എ പ്ലസ് ബി ആൻഡ് ബി പ്ലസ് ഡി, എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് ഡി എന്ന് കിട്ടും. ബി ക്യാൻസൽ ആവും ആൻഡ് എ ഈക്വൽ ടു ഡി എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എ ഈക്വൽ ടു ഡി ആണ്, അതുപോലെ സി 0 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആൻസറായി. ഈ സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ്. ഇതിനകത്ത് വേറെ ഒരു ഷോർട്ട് കട്ട് ഒന്നുമില്ല. ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മുടെ സ്പീഡ് ഓഫ് കാൽക്കുലേഷൻസ് തന്നെയാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ പ്രോബ്ലം. ഇഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ ഈക്വൽ ടു 0 വിച്ച് ഇസ് ഈക്വൽ ടു അഡ്ജോയിന്റ് ഓഫ് എ ഇൻറ്റു എ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തായിരിക്കും, നമ്മൾ ഇവിടുന്ന് ഓരോ എക്സാമ്പിൾ എടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം എടുക്കുക. ഫസ്റ്റ് പ്രോബ്ലത്തിൽ എ എടുത്തു, അതിൻ്റെ അഡ്ജോയിന്റ് കണ്ടുപിടിച്ചു, 2 മൾട്ടിപ്ലൈ ചെയ്ത് 0 കിട്ടുന്നുണ്ടോ നോക്കുക എന്നുള്ളതാണ് അല്ലെ. ഒരു ഓപ്ഷൻ ഡയറക്റ്റ് ഓപ്ഷനാണ്. പക്ഷേ അത് ഇൻ കേസ് ആദ്യത്തെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ചെയ്ത് നോക്കണം. അതും കിട്ടിയില്ല മൂന്നാമത്തെ ചെയ്യണം. അപ്പോൾ ഒരു വലിയൊരു ലെങ്തി പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ അറിയാവുന്ന ഒരു അഡ്ജോയിന്റ് ഓഫ് എയും തമ്മിൽ അറിയാവുന്ന ഒരു റിസൾട്ട് എന്താണ്, അതാണ് നമ്മുടെ ഫസ്റ്റ് ഐഡിയ. നമുക്കറിയാവുന്ന ഇതാണ്, എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുലയാണ് അല്ലേ. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഒരു എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ആൻഡ് ഡിറ്റർമിനന്റ് എ കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ഡിറ്റർമിനന്റ് ഓഫ് എ ടൈംസ് ഐ ഈക്വൽ ടു എ ടൈംസ് അഡ്ജോയിന്റ് ഓഫ് എ ഇങ്ങനെ കിട്ടും അല്ലേ. ഇതിപ്പോൾ നല്ല റിസൾട്ടാണ്, കാരണം ഇതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുന്നത് നമുക്കൊരു 0, ആക്ച്വലി എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുന്നത് രണ്ട് മെട്രിക്സുകളാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു 0 മെട്രിക്സ് കിട്ടണം അല്ലേ, 0 മെട്രിക്സ് കിട്ടണം. ഐ എന്ന് പറയുന്ന ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ ശരിക്കും ഐ എന്ന് പറയുന്നത് മെട്രിക്സ് ഇവിടെ എല്ലാം 2/2 തന്നിരിക്കുക. അപ്പോൾ ശരിക്കും ഈ ലെഫ്റ്റ് സൈഡിലുള്ള സംഭവം എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ 0 0 ഡിറ്റർമിനന്റ് ഓഫ് എ ഇങ്ങനെ കിട്ടണം അല്ലേ. ആൻഡ് ദിസ് ഹാസ് ടു ബി 0. ഇത് 0 ആവണം. അപ്പോൾ പിന്നെ ആകെയുള്ളൊരു ഓപ്ഷൻ എന്താണ്, ഡിറ്റർമിനന്റ് ഓഫ് എ 0 ആവണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇത്രയും നോക്കിയാൽ മതി, ഈ മെട്രിക്സിൽ ഏതിൻ്റെ ഡിറ്റർമിനന്റ് ആണ് 0 ആയിട്ടുള്ളത്, അതായിരിക്കും ആൻസർ. ഇപ്പം ജസ്റ്റ് അത് മാത്രം നോക്കിയാൽ പോരെ. ഫസ്റ്റ് വൺ എന്തായാലും ഡിറ്റർമിനന്റ് 1 ആണ്, രണ്ടാമത്തേതിൻ്റെ ഡിറ്റർമിനന്റ് 0 ആണ്, തീർച്ചയായിട്ടും അതായിരിക്കും ആൻസർ. മൂന്നാമത്തെ നോക്കിയാൽ ഡിറ്റർമിനന്റ് -1 ആണ്, നാലാമത്തെ ഡിറ്റർമിനന്റ് 1 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓപ്ഷൻ 2 ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A is equal to 2x 0 xx and A inverse is
1 0 minus 1 2 then x is what? അപ്പോൾ ഒരു ഓക്കെ, ഇതിനകത്തുള്ളൊരു എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു ഓപ്ഷൻ ഇതാണ്, നമുക്ക് എ ഇൻവേഴ്സ് തന്നിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ടൊരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്, 1 0 minus 1 2 ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ ഇതിന്റെ ഇൻവേഴ്സ് എടുത്താൽ എ ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് തീർച്ചയായിട്ടും ആരായിരിക്കും? എ ആയിരിക്കും. എന്ന് വെച്ചാൽ എ കണ്ടുപിടിക്കാൻ 1 0 minus 1 2 ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മതി, ഈ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഈ ഇൻവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്തുള്ള ഒരു എലമെന്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും അല്ലേ. അപ്പോൾ ഈ ഇൻവേഴ്സ് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള റിസൾട്ട് നമ്മൾ നേരത്തെ തിയറിക്കകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുകളിൽ ഒരു അഡ്ജോയിന്റ് ഓഫ് എഴുതണം. അപ്പോൾ ഈ 1ഉം 2ഉം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇന്റർചേഞ്ച് ചെയ്താൽ മതിയാവും. 2 1 ഇടുക, ഇവിടെ മൈനസ് ഇടുക, ഇവിടെ മൈനസ് ഇടുക അല്ലേ. ഡിവൈഡഡ് ബൈ ഇതിന്റെ ഡിറ്റർമിനന്റ് എഴുതണം. ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ കിട്ടും, 1 0 1/2 1/2 എന്ന് കിട്ടും. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം ഇതാണ് എക്സ് എന്ന് പറയുന്നത് അല്ലേ. എക്സ് എന്ന് പറയുന്നത് ഇത് രണ്ടും എക്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്തെന്ന് പറയാം, എക്സ് ഇസ് ഈക്വൽ ടു 1/2 എന്ന് പറയാം. ഒരു ഓപ്ഷൻ നമുക്ക് ഇങ്ങനെ ഈ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും അല്ലേ. ഒരു ഓപ്ഷൻ ഇതാണ്. വേറെ ഒരു ഓപ്ഷൻ എന്തായിരിക്കും? ഇത് ഒരു മെത്തേഡാണ് അല്ലേ. ഓർ നമുക്ക് വേറെ രീതിയിൽ ഈ പ്രോബ്ലം ചെയ്യാം. ഇപ്പോൾ നമുക്കറിയാം എയും എ ഇൻവേഴ്സും തന്നിട്ടുണ്ടല്ലോ, മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്ത് കിട്ടും? ഐഡന്റിറ്റി കിട്ടും. ക്ലിയർ ആണ്. അപ്പോൾ 2x 0 x x എന്ന് പറയുന്ന മെട്രിക്സും 1 0 minus 1 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും കിട്ടേണ്ടത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ അത് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതിയല്ലോ അല്ലേ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x കിട്ടും, ഇവിടെ ഇത് 2x കിട്ടും. ശരിക്കും ഇത് മതിയല്ലോ അല്ലേ. ബാക്കി എലമെന്റ് ഒന്നും കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമുക്കിത് ഐഡന്റിറ്റി കിട്ടണം, ഇങ്ങനെ കിട്ടണമെന്ന് അറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി, ഫസ്റ്റ് എലമെന്റ് 2x ആണ്, ഇത് 1 ആണ്. സോ 2x ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു പ്രോബ്ലം തന്നെ പല രീതിയിലും ഒക്കെ ചെയ്ത് നോക്കുക, പല രീതിയിൽ എക്സ്പേർട്ട് ആവുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4th one. If A and B are two non-singular matrices of the same order, okay, എയും ബിയും നോൺ സിംഗുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം അല്ലേ. അപ്പോൾ അഡ്ജോയിന്റ് ഓഫ് എ ബി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് ഇത് എവിടെ തുടങ്ങണം എന്നൊരു ചോദ്യമാണ് അല്ലേ. ഇപ്പോൾ അഡ്ജോയിന്റ് ഓഫ് എ ബിക്ക് നമ്മൾ റിസൾട്ട് ഒരുപക്ഷെ റിസൾട്ടായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ ബി ഈക്വൽ ടു ഡിറ്റ് എ ഇൻറ്റു ഡിറ്റ് ബി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ അഡ്ജോയിന്റ് ഓഫ് എ ബിക്ക് നമ്മൾ റിസൾട്ട് ഒരുപക്ഷെ നമ്മളത് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് തന്നെ നോക്കണം. നമുക്കൊരു എ ബി ഉണ്ട്. അപ്പോൾ എ ബിയുടെ അഡ്ജോയിന്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ചിന്തിക്കേണ്ടത് ഒരുപക്ഷെ എങ്ങനെ ആയിരിക്കാം, തുടങ്ങേണ്ടത് ഇവിടെ ആയിരിക്കാം. എ ബി ഇൻവേഴ്സിന്റെ ഫോർമുലയിൽ തുടങ്ങാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അഡ്ജോയിന്റ് ഓഫ് എ ബി ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ബി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് ഡയറക്റ്റ് എത്താം. അതിൽ ഈ അഡ്ജോയിന്റ് ഓഫ് എ ബി എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അവിടെ തന്നെ എ ബി ഇൻവേഴ്സ് എന്താണെന്ന് നമുക്കറിയാം, അത് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണ് അല്ലേ. സോ അഡ്ജോയിന്റ് ഓഫ് എ ബി ഇവിടെ ഉണ്ട്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിറ്റർമിനന്റ് ഓഫ് എ ബി എന്ന് പറയുന്നത് ആക്ച്വലി ഡിറ്റ് എ ഇൻറ്റു ഡിറ്റ് ബി ആണ്. ശരിയാണല്ലോ. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ആണ്. ഇനിയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിറ്റ് എയും ഡിറ്റ് ബിയും എന്ന് പറയുന്നത് കോൺസ്റ്റന്റുകളാണ്. അത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം അല്ലേ. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. അതായത് ബി ഇൻവേഴ്സ് ഇൻറ്റു, ഇതൊരു കോൺസ്റ്റന്റ് ആണല്ലോ, ഡിറ്റർമിനന്റ് ഓഫ് ബി ടൈംസ് എ ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ. ഇങ്ങനെ ഇതൊന്ന് ഇങ്ങോട്ടൊന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ ഉള്ളൂ. റൈറ്റ് സൈഡിൽ നമുക്ക് എന്തുണ്ട്? അഡ്ജോയിന്റ് ഓഫ് എ ബി ഉണ്ട്. ഇതിപ്പോൾ നല്ല രസകരമായ റിസൾട്ടായി. കാരണം ബി ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് ആക്ച്വലി ആരാണ്? അതാണ് അഡ്ജോയിന്റ് ഓഫ് ബി അല്ലേ. അപ്പോൾ ഇത് അഡ്ജോയിന്റ് ഓഫ് ബിയുടെ ഫോർമുലയാണ്, ഇത് അഡ്ജോയിന്റ് ഓഫ് എയുടെ ഫോർമുലയാണ്. അപ്പോൾ അഡ്ജോയിന്റ് ഓഫ് ബി ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ എന്ത് കിട്ടി? അഡ്ജോയിന്റ് ഓഫ് എ ബി കിട്ടി. ഇത്രേ ഉള്ളൂ. അപ്പോൾ അഡ്ജോയിന്റ് ഓഫ് എ ബി എന്ന് പറയുന്നത് അഡ്ജോയിന്റ് ഓഫ് ബി ടൈംസ് അഡ്ജോയിന്റ് ഓഫ് എ ആണ്. അതായത് ഓപ്ഷൻ 1 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, വായിച്ച് മനസ്സിലാക്കാൻ തന്നെ ഉണ്ടല്ലേ. എ 5/5 മെട്രിക്സ്, 5/5 മെട്രിക്സ് ആണ് എം ഓഫ് റിയൽസ് ഹാസ് ഓൾട്ടർനേറ്റീവ് റോസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വിത്ത് ദ ഫസ്റ്റ് റോ പോസിറ്റീവ്. നമ്മൾ എഴുതി തന്നെ നോക്കേണ്ടി വരും അല്ലേ. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. എലമെന്റുകൾ എന്താണെന്ന് പറഞ്ഞിട്ടില്ല, അതിന്റെ സൈനുകളെ കുറിച്ച് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് റോ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, 1 2 3 4 5. അപ്പോൾ സെക്കൻഡ് റോ നെഗറ്റീവ് ആണ്.
അടുത്ത് പോസിറ്റീവാണ്, അടുത്ത് നെഗറ്റീവാണ്, അടുത്ത് വീണ്ടും പോസിറ്റീവാണ്. അപ്പം ഇതാണ് നമ്മുടെ മെട്രിക്സ്. എം എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുന്ന ഇതാണ്. ഇത് തന്നിട്ടുണ്ട്. എം എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ്. എന്നിട്ട് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്, ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഓഫ് എം എം ഡാഷ് വെർ എം ഡാഷ് ഈസ് എ ട്രാൻസ്പോസ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? എം ഡാഷും കണ്ടുപിടിക്കേണ്ടി വരും. എം ഡാഷ് എന്താണ്? എം ഡാഷ് അല്ലേ? അപ്പോൾ ഞാൻ എം ഡാഷ് ഇവിടെ എഴുതുകയാണെങ്കിൽ ഈ റോയെ എന്താക്കി എഴുതിയാൽ മതിയാവും? കോളംസ് ആയിട്ട് എഴുതിയാൽ മതിയാവും അല്ലേ? അപ്പോൾ എം ഡാഷ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ നേരെ ഇപ്പോൾ ഫസ്റ്റ് എലമെൻറ്റുകളെല്ലാം ഇങ്ങനെ വരും. ഇതെല്ലാം നെഗറ്റീവ് വരും, ഇതെല്ലാം പോസിറ്റീവ് വരും, നെക്സ്റ്റ് കോളം നെഗറ്റീവ് വരും, അടുത്ത കോളം പോസിറ്റീവ് വരും. ഇതാണ് എം ഡാഷ് എന്ന് പറയുന്ന മെട്രിക്സ്. എം ഡാഷ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എമ്മും എം ഡാഷും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും എന്നുള്ളതാണ് ചോദ്യം അല്ലേ? ചുരുക്കി പറഞ്ഞാൽ ഇത് രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം, അത്രേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ശരിയല്ലേ? ഇപ്പം ഇത് നമ്മൾ ചെയ്ത് നോക്കാം. ഇത് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പം ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ? ഇപ്പം ഇവിടെ കണ്ടോ, റോ കോളം മൾട്ടിപ്ലിക്കേഷൻ. ഫസ്റ്റ് റോ ഫുള്ള് പോസിറ്റീവ് ആണ്, ഫസ്റ്റ് കോളം ഫുള്ള് പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതൊരു പോസിറ്റീവ് കിട്ടും. ഫസ്റ്റ് റോ പോസിറ്റീവ്, സെക്കൻഡ് കോളം ഫുള്ള് നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോസിറ്റീവും നെഗറ്റീവും കൂടെയാണ്. അപ്പോൾ അത് നെഗറ്റീവ് കിട്ടും. അടുത്തതും പോസിറ്റീവും നെഗറ്റീവും ആണ്, അതും നെഗറ്റീവ് കിട്ടും. അപ്പോൾ അങ്ങനെ 5 നെഗറ്റീവ് ടേമുകൾ നമ്മൾ ആഡ് ചെയ്യായിരിക്കും ചെയ്യാം. ശരിയല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അടുത്തത് പോസിറ്റീവ് 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 നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ്. അടുത്തത് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് 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 പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. ഇനിയിപ്പോൾ ഒരു നമുക്ക് എന്ത് പറയാം, ഒരു 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 സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിൽ നമ്മൾ പോകുന്നു അല്ലേ? ഒരു പാറ്റേൺ പോലെ ആയത്. പ്ലസ് 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 മൈനസ് പ്ലസ് മൈനസ് പ്ലസ്, അടുത്തത് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ്, അടുത്തത് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇത് കറക്റ്റ് എന്താണെന്ന് നോക്കൂ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓൾ റോസ് ആർ പോസിറ്റീവ് അല്ല, ഓൾ റോസ് ആർ നെഗറ്റീവ് അല്ല, ഓൾട്ടർനേറ്റ് റോസ് ആർ പോസിറ്റീവ് അല്ല, ഓൾ ഡയഗണൽ എൻട്രീസ് ആർ പോസിറ്റീവ്. യെസ് അല്ലേ? അപ്പോൾ അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, പ്രോബ്ലം ജസ്റ്റ് വായിച്ചിട്ട് മനസ്സിലാക്കുക, എഴുതി തന്നെ നോക്കുക. അപ്പോൾ അവിടെ നമ്മുടെ സ്പീഡ് ഓഫ് ദ കാൽക്കുലേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാണുമ്പോൾ തന്നെ നമ്മൾ പലതും മൈൻഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പം അങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റൻ ഇതാണ്. ഒരു ഡിറ്റർമിനന്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഒരു ഡിറ്റർമിനന്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, 13 14 ഇത് കോളം വൈസ് വായിച്ചാൽ ഇത് കുറച്ച് എളുപ്പമാണ് അല്ലേ? 13 14 15 16 17 18 20 19 20 21 എന്ന് പറയുന്ന കണ്ടിന്യൂസ് ആയിട്ട് 13 മുതൽ 21 നമ്പേഴ്സ് നമ്മൾ കോളംസ് ആയിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെയായിരിക്കും? എല്ലാം വലിയ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഡെഫിനേഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പല രീതിയിൽ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ചില ഓപ്പറേഷൻസ് വൈസ് നമുക്ക് ചെയ്യുന്നതായിരിക്കും നമുക്ക് എളുപ്പം. ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് R2 ഗീവ്സ് R2 മൈനസ് R1 ആണ്. സോ ദാറ്റ് എൻ്റെ പർപ്പസ് ഇതാണ്, ഇത് 0 ആക്കുക, ഇത് 1 ആക്കുക എന്നുള്ളതാണ് അല്ലേ? ഇതിനെ ഇപ്പോൾ ഒന്ന് 1 ആക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് റോ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. 13 16 19 ഇരിക്കട്ടെ. 14 മൈനസ് 13 1 കിട്ടി. 17 മൈനസ് 16 17ൽ നിന്ന് 16 പോയാൽ 1 കിട്ടി. 20 മൈനസ് 19 അതും 1 കിട്ടി അല്ലേ? അടുത്ത് ഞാൻ ഓരോ ഓപ്പറേഷൻ കൂടെ ചെയ്യാമെന്ന് വിചാരിക്കാം. അത് R3 മൈനസ് R1 ആണ്. അപ്പോൾ 15ൽ നിന്ന് 13 പോയാൽ 2 കിട്ടി. 12ൽ നിന്ന് 18 പോയാൽ 2 കിട്ടി. 21 മൈനസ് 19 അതും 2 കിട്ടി. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ടൊരു മെട്രിക്സ് ഇങ്ങനെ ഈ ഡിറ്റർമിനന്റ് മാറി. ഇകത്തെ നമുക്ക് പറയാൻ പറ്റും ഈ 2 റോ പ്രൊപ്പോർഷനിലാണ്. 1 1 1 2 2 2. വേറെ ഒന്നും ആലോചിക്കേണ്ട, ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ റോ ഓപ്പറേഷൻസ് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ എക്സ്പീരിയൻസ് ആണ്. കുറേ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ കുറേ ഐഡിയാസ് നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ അത് നോക്കിയിട്ട് കണ്ടെത്തുക എന്നുള്ള, അതിനകത്തുള്ളൊരു പാറ്റേൺ കറക്റ്റായിട്ട് നമ്മൾ ആ സമയത്തിൽ സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ഇൻ എ മെട്രിക്സ് എ 2 rows ആർ ഇന്റർചേഞ്ച്ഡ് ആൻഡ് വി ഒബ്റ്റെയിൻ മെട്രിക്സ് ബി. 2 റോ ഇന്റർചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു മെട്രിക്സ് ആണ് ബി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അല്ലെ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ എന്താണെന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും എയ്ക്കകത്തുള്ള
2 rows ആർ ഇന്റർചേഞ്ച്. 2 rows അല്ലേ ഇന്റർചേഞ്ച് ചെയ്തിട്ടുള്ളൂ, 2 rows ഇന്റർചേഞ്ച് ചെയ്തു. അപ്പൊ 2 rows ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് ബി എന്ന് പറയാം അല്ലെ. അപ്പൊ ബി എന്ന് പറയുന്നത് എയുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒരു പ്രാവശ്യം ഇന്റർചേഞ്ച് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് കിട്ടും, ഒരു മൈനസ് കിട്ടും. നമ്മൾ ആ റിസൾട്ട് ആയിട്ട് കണ്ടതാണ്. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് ബി എന്ന് കിട്ടും. സിമ്പിൾ. ഓക്കെ, അടുത്ത ഒരു ചോദ്യം ഇതാണ്. ഒരു ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്. എം എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് 1 2 3 0 4 6 2 0 1 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡിറ്റർമിനന്റ് ഓഫ്, ആക്ച്വലി ദിസ് ഇസ് ഡിറ്റർമിനന്റ് ആണ്, ഡിറ്റർമിനന്റ് ഓഫ് 1 8 3 0 16 6 2 2 1 എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരു റിലേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇത് തമ്മിൽ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ഇതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ എം എന്ന് പറഞ്ഞ മെട്രിക്സിൽ നിന്നും എന്തോ ഒരു സംഭവം ചെയ്തിട്ടാണ് ഇത് ഇവിടെ എത്തിയിട്ടുള്ളത് അല്ലെ. ഇത് എങ്ങനെയോ ഈ എമ്മിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു ഡിറ്റർമിനന്റ് ആണ് ഇത് എങ്ങനെ ചെയ്തു എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചില ഒബ്സർവേഷൻസ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കാണാൻ പറ്റുക. സി 1 0 2 എന്ന് പറഞ്ഞ ഫസ്റ്റ് കോളത്തിനോട് ചേഞ്ച് ഒന്നുമില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അല്ലെ, അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ലാസ്റ്റിൽ തന്നെ ചേഞ്ച് ഒന്നുമില്ല, അതും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. സി 3 6 1 അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റും തേർഡും കോളംസിന് ചേഞ്ച് ഒന്നുമില്ല. പിന്നെ വരുന്നത് രണ്ടാമത്തെ കോളം 2 4 0 നിന്നും 8 16 2 മാറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ വന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ഈ ചേഞ്ച് എന്താണ് എന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യും അല്ലേ. ഇതാണ്, ഇത് എന്ത് ചേഞ്ച് ആയിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. 2 4 0 നിന്നും അത് കോളം ഓപ്പറേഷൻ കൂടി തന്നെ വരണം. എന്ത് കോളം ഓപ്പറേഷൻ ചെയ്തപ്പോഴാണ് ഇതിവിടെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അല്ലേ. അത് ഇപ്പോൾ ഇതിനെ 2 കൊണ്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്, അപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മളിവിടെ നോക്കുമ്പോൾ ഇതിനകത്ത് ഡയറക്റ്റ് നമുക്കൊന്നും ചെയ്യാനില്ല. ഈ 0 നിന്ന് ഈ 2 എത്തുന്ന ഒരു ട്രാൻസിഷൻ കുറച്ച് പ്രശ്നമാണ്. നമുക്കത് ഒരു പെട്ടെന്ന് നോക്കുന്ന ഒരു നോട്ടത്തിൽ ഒരു റോ ഓപ്പറേഷൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോളം ഓപ്പറേഷൻസ് വെച്ചിട്ടോ നമുക്ക് പെട്ടെന്നൊന്നും അത് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്തായിരിക്കും, തീർച്ചയായിട്ടും ഡയറക്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതേ ഇവിടെ ഒരു ഓപ്ഷൻ നിലവിൽ പെട്ടെന്ന് ഉള്ള ഒരു നോട്ടത്തിൽ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റിലത്തെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല, ഡിറ്റർമിനന്റ് നമ്മൾ കണ്ടുപിടിക്കുക. സോ 1 into 4 ഫസ്റ്റ് കോളം വെച്ച് എടുക്കുകയാണെങ്കിൽ കുറച്ച് നമുക്ക് എളുപ്പമുണ്ടാവും. പ്ലസ് 2 times 12 minus 12. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് 4 എന്ന് കിട്ടും ആദ്യത്തെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമ്മൾ നോക്കിയാൽ 1 8 3 0 16 6 2 2 1 ആണ്. അപ്പോൾ 1 times 16 minus 12 ഫസ്റ്റ് കോളം വെച്ചിട്ട് തന്നെ ഇവിടെ എടുക്കാം. പ്ലസ് 2 times 48 minus 48. സെക്കൻഡ് പാർട്ട് എന്തായാലും 0 ആകുന്നുണ്ട് അല്ല. അപ്പോൾ ഇതും 4 എന്ന് കിട്ടി. അപ്പോൾ സെയിം ആണ്. അപ്പോൾ ഡയറക്റ്റ് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ചില കേസിൽ നമുക്ക് ഈവൻ എന്താ പറയുക, ഈ എങ്ങനെയാണ് ഈ ഓപ്പറേഷൻസ് തമ്മിൽ വർക്കൗട്ട് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തോന്നി അപ്പം തന്നെ നേരിട്ട് ചെയ്തോളൂ എന്നുള്ളതാണ് അല്ലേ. വേറെ അതിനകത്തൊരു ഓപ്ഷൻ ഒന്നും കാണുന്നില്ല. എനിവേ ഓക്കെ, അവിടെ ആൻസർ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു മെട്രിക്സ്, അത് ഇൻ ടൈംസ് ഓഫ് എ ഐ ജി ആണ് തന്നിട്ടുള്ളത്. 10/10 മെട്രിക്സ് ആണ്. വേർ എ ഐ ജെ ഈക്വൽ ടു 1 if I less than j 0 otherwise. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന പ്രോബ്ലംസ് നമ്മൾ കറക്റ്റായിട്ട് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഐ ലെസ് ദാൻ ജെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ എന്ന് വെച്ചാൽ റോ ഇൻഡെക്സ് ആണ്, ജെ എന്ന് വെച്ചാൽ കോളം ഇൻഡെക്സ് ആണ് അല്ല. അപ്പോൾ ഈ പൊസിഷൻ 1 1 1 2 1 3 ഇങ്ങനെയാണ് 1 10 പോവുക. അപ്പോൾ ഐ എപ്പോഴും ലെസ് ദാൻ ജെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതാണ് ഡയഗണൽ എൻട്രീസ് എങ്കിൽ ഡയഗണലിന്റെ മുകളിലുള്ള എലമെന്റുകളെ കുറിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ പൊസിഷനിൽ വരുന്ന എലമെന്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പൊസിഷനിലുള്ള എല്ലാ എലമെന്റും എന്താണ്, 1 ആണ് അല്ലെ. ഈ പൊസിഷനിലുള്ള കംപ്ലീറ്റ് എലമെന്റുകൾ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാം 1 എന്ന് എഴുതാം. ഇതെല്ലാം 1 ആണ്. പക്ഷെ ഈ ബാക്കി എല്ലാ സ്ഥലത്തും 0 ആണ്, ഇൻക്ലൂഡിങ് ഇറ്റ്സ് ഡയഗണൽ. ബാക്കി എല്ലാ പൊസിഷനിലും എന്താണ്, 0 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ മെട്രിക്സ് വളരെ ക്ലിയർ ആണ്. ഡയഗണൽ എൻട്രീസ് 0 ആയിട്ടുള്ള ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിന്റെ ഡിറ്റർമിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. ഒബ്വിയസ്ലി ആൻസർ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതാണ്.
എ എന്ന് പറയുന്ന ഒരു നോൺ സിംഗുലർ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണ്. ബി ഇസ് ദ മെട്രിക്സ് ഒബ്റ്റൈൻഡ് ഫ്രം എ ബൈ ആഡിങ് 3 മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ്സ് ഫസ്റ്റ് റോ ടു ഇറ്റ് സെക്കൻഡ് റോ ദെൻ ദ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് ദിസ്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബി എന്താണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബി എങ്ങനെ ഒബ്റ്റൈൻ ചെയ്യാം? ബി ഇസ് ദ മെട്രിക്സ് ഒബ്റ്റൈൻഡ് ഫ്രം എ ബൈ ആഡിങ് 3 മൾട്ടിപ്പിൾസ് ഓഫ് ഫസ്റ്റ് റോ ടു സെക്കൻഡ് റോ. അതായത് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്തിരിക്കുകയാണ്. R2 gives R2 plus 3 times R1. ഇങ്ങനെ ഒരു ഓപ്പറേഷനാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളിത് ഓൾറെഡി കണ്ടു. ഈ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് ചേഞ്ച് ഉണ്ടാവില്ല എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ബിയുടെ ഡിറ്റർമിനന്റ് എയുടെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ കണ്ടു അല്ലേ? ഇങ്ങനെ ഒരു ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്കറിയാം. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിറ്റർമിനന്റ് ഓഫ് 2 times A ഇൻവേഴ്സ് ഓഫ് ബി. ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് എ എന്ന് പറയുന്നത് ഇൻവെർട്ടിബിൾ ആണ്, 3/3 മെട്രിക്സ് ആണ്. അപ്പോൾ എ ഇൻവേഴ്സ് ടൈംസ് ബി എന്ന് പറയുന്നത് ഒരു 3/3 മെട്രിക്സ് ആയിരിക്കും. അതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇത് എങ്ങനെ കിട്ടും? 2 ക്യൂബ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് ബി എന്ന് കിട്ടും. ഇനി ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് ബി എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് ടൈംസ് ഡിറ്റർമിനന്റ് ഓഫ് ബി ആണ്. അതിൽ തന്നെ ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ 1 ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. ഇത് ഡിറ്റർമിനന്റ് ഓഫ് ബി ആണ്. പക്ഷേ ഡിറ്റർമിനന്റ് ഓഫ് എയും ബിയും ആരാണ്? സെയിം ആണ്. അപ്പോൾ ഇത് ക്യാൻസൽ ആയി പോയിക്കോളും. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടും? 8 എന്ന് കിട്ടും. അപ്പോൾ 8 ആണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 മെട്രിക്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, സി എന്ന് പറയുന്ന ഒരു മെട്രിക്സ്. എല്ലാം 10/10 മെട്രിക്സസ് ആണ്. ഓരോന്നിന്റെയും പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നോക്കാം എന്താണെന്നുള്ളത്. ഫസ്റ്റ് എ 1 1 1 ആണ്. ഫസ്റ്റ് പൊസിഷനിൽ 1 ആണ്. ബാക്കിയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഡിറ്റർമിനന്റ് ഓഫ് എയും എന്താണ്? 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയും ഫസ്റ്റ് പൊസിഷൻ B11 0 ആണ് അല്ലെ? ബാക്കി ഇതിപ്പോ എ എന്ന് പറയുന്ന മെട്രിക്സ് ഡിറ്റർമിനന്റ് ഓഫ് എ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു A12 എക്സെട്ര A110 ഉണ്ടാവും അല്ലെ? ഇത് A21 എക്സെട്ര A210 ഉണ്ടാവും എക്സെട്ര A10 1 to A10 ഉണ്ടാവും അല്ലെ? ഇതാണ് 10/10 മെട്രിക്സ്. അപ്പോൾ B11 0 ആണ്. ബാക്കിയെല്ലാം ഇത് ആര് തന്നെയാണ്? എ തന്നെയാണ് അല്ലെ? A12 എക്സെട്ര A110 തുടങ്ങി ഇവിടെ A101 തുടങ്ങി A10 തന്നെ. ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷേ ബിയുടെ ഡിറ്റർമിനന്റ് ഓഫ് ബി എന്ന് പറയുന്നത് -1 ആണെന്നാണ് പറഞ്ഞിരിക്കുക. ഓക്കെ. ഇനി സി എന്ന് പറയുന്ന വേറൊരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. സി എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഫസ്റ്റ് എലമെന്റ് 2 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി വീണ്ടും ആര് തന്നെയാണ്? എ തന്നെയാണ് അല്ലെ? A12 A110 A101 എക്സെട്ര A10 ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെ? ഇതാണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് സി? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് സി? ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ചോദ്യം അല്ലെ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനൊരു ഒരു ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കുന്നു എന്ന് വിചാരിക്കാം. ഡിറ്റർമിനന്റ് ഓഫ് എ നമ്മൾ കണ്ടുപിടിക്കാം യൂഷ്വൽ നമ്മുടെ മെത്തേഡിൽ. കാരണം ഇവിടെ മുതൽ ഇവിടം വരെയുള്ള എലമെന്റുകളെല്ലാം സെയിം ആണ് അല്ലെ? എല്ലാ മെട്രിക്സിലും ഇത്ര എലമെന്റുകൾ സെയിം ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് റോ വെച്ചിട്ട് തന്നെ എയുടെ ഡിറ്റർമിനന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ ബി സി, ഡിറ്റർമിനന്റ് ഓഫ് എയും ഡിറ്റർമിനന്റ് ഓഫ് ബിയും തന്നിട്ടുണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മളിപ്പോൾ ഫസ്റ്റ് റോ വെച്ച് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പോൾ 1 ഇൻറ്റു ഇവിടെ ഒരു പോർഷൻ കിട്ടും. നമുക്ക് ഇതിനെ ഒരു M ഉണ്ടെന്ന് വിളിക്കാം. കാരണം അതെല്ലാത്തിനും കോമൺ ആണ്. ഇവിടെയും അതേ സംഭവം ഉണ്ടാവും. സിയിലും ഈ സെയിം ടേം തന്നെ വരും അല്ലെ? പ്ലസ് പിന്നെ ബാക്കി ഈ റോ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ ടേം ഉണ്ടാവും. ഒരു വലിയ ടൈം ആയിരിക്കും അത്. ആ ടൈമിനെ നമുക്കൊരു സിംഗിൾ ടൈം, അത് എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു കെ എന്ന് വിളിക്കാം അല്ലെ? അപ്പൊ നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് എലമെന്റ് A11 എന്ന് വെച്ചാൽ 1 ആണ്.
സോ 1 ഇൻറ്റു M1 പ്ലസ് കെ എന്ന് പറഞ്ഞൊരു വലിയ ടൈം കിട്ടും അല്ലെ, വാട്ട് എവർ ഇറ്റ് ഈസ് അങ്ങനെ കിട്ടും. ഇതിൽ എയുടെ ഡിറ്റർമിനന്റ് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത് 1 ആണ്. സോ 1 പ്ലസ് M1 പ്ലസ് കെ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടും. ഇനി ഡിറ്റർമിനന്റ് ഓഫ് ബി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ 0 ഇൻറ്റു, അതാണ് ഫസ്റ്റ് എലമെന്റ്, 0 ഇൻറ്റു M1 പ്ലസ് കെ എന്ന് കിട്ടും. അതിൽ നമുക്ക് കെയുടെ വാല്യൂ ഡയറക്റ്റ് -1 ആണെന്ന് കിട്ടും. അപ്പോൾ ആ കെയുടെ വാല്യൂ ഇവിടെ -1 ആണെന്ന് കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ് ഇപ്പം തന്നെ പറയാം M1ന്റെ വാല്യൂ 2 ആണെന്ന് പറയാം. അപ്പോൾ M1ഉം കെയും നമുക്ക് കിട്ടി. ഇനി ഇതുപോലെ തന്നെ ഡിറ്റർമിനന്റ് ഓഫ് സി കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ ഫോർമുല 2 ഇൻറ്റു M1 പ്ലസ് കെ എന്ന് വരും. M1 നമുക്ക് 2 ആണെന്ന് കിട്ടി, കെ -1 ആണെന്ന് കിട്ടി. അപ്പോൾ ആൻസർ നമുക്ക് 3 എന്നാണ് കിട്ടുക. സോ ഓപ്ഷൻ ഇസ് 4. ഫോർത്ത് ഓപ്ഷനായ 3 ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. ആൻഡ് ലെറ്റ് സീ വൺ മോർ പ്രോബ്ലം. ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല, പകരം ഇതൊരു കൗണ്ടിങ് പ്രോബ്ലം ആണ്. ഇത് ഇപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ മെട്രിക്സിനകത്ത് വരുന്ന ഒരു കൗണ്ടിങ് പ്രോബ്ലം ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നേ ഉള്ളൂ, ഒരു ട്രയലിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കാം എങ്ങനെയാണ് ഇത് സംഭവിക്കാന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം. അതായത് യൂസിങ് ഓൺലി 1 and 0 ഫൈൻഡ് ദ നമ്പർ ഓഫ് 3x3 മെട്രിക്സസ് ദാറ്റ് ആർ ഡയഗണൽ. അപ്പൊ നമുക്കൊരു 3x3 ഡയഗണൽ മെട്രിക്സ് ആണ് ഉള്ളത്, എ എന്ന് വിളിക്കാം അല്ലെ. അപ്പോൾ ഇത് ഡയഗണൽ മെട്രിക്സ് ആയതുകൊണ്ട് A0 0 0 B0 0 0 C എന്ന് കിട്ടും. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ഈ 3 പൊസിഷനിലും 0യോ 1ഓ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെ. അങ്ങനെയുള്ള എത്ര മെട്രിക്സസ് ഉണ്ടാവും എന്ന് നമ്മൾ കൗണ്ട് ചെയ്താൽ മാത്രം മതി. അപ്പൊ ആക്ച്വലി നമുക്കിവിടെ 3 പൊസിഷൻസ് ആവുള്ളത്. ഒന്ന് A11, A22, A33 3 പൊസിഷൻ. ഓരോ പൊസിഷനിലും ഏതൊക്കെ ചോയ്സ് ഉണ്ടെന്ന് നോക്കിയാൽ മതിയോ. അപ്പൊ ഇവിടെ നമുക്കൊരു 0-1 പ്ലേസ് ചെയ്യാം, ഇവിടെയും നമുക്കൊരു 0-1 പ്ലേസ് ചെയ്യാം, ഇവിടെയും നമുക്കൊരു 0-1 പ്ലേസ് ചെയ്യാം അല്ലെ. അപ്പൊ മൊത്തം ശരിക്കും ഒരു കൗണ്ടിങ് പ്രോബ്ലം ആണ്. അതുകൊണ്ട് A11 2 എലമെന്റ് ഉണ്ട്, B22 22 പൊസിഷനിൽ 2 പോസിബിലിറ്റി ഉണ്ട്, 33 പൊസിഷനിൽ നമുക്ക് 2 പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ മൊത്തം 2³ അല്ലെങ്കിൽ 8 പോസിബിലിറ്റീസ് നമുക്ക് കിട്ടും. അപ്പോൾ 8 മെട്രിക്സുകൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇതേ പ്രോബ്ലം നമ്മൾ അപ്പർ ട്രയാങ്കുലർ ആണെന്ന് വിചാരിക്കാം. എത്ര അപ്പർ ട്രയാങ്കുലർ മെട്രിക്സസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അവിടെയും നമുക്ക് എന്ത് ചെയ്താൽ മതിയാവും, ഇതുപോലെ തന്നെ ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യുക, എ എന്ന് പറയുന്ന അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പോൾ കണ്ടീഷൻസ് ഇത്രയേ ഉള്ളൂ. ഇത് ABC 0 DE 0 0 F ഇങ്ങനെ കിട്ടും. അപ്പോൾ ആക്ച്വലി ഇവിടെ ഇത്രയും പൊസിഷൻസാണ് വരുന്നത്. ഇവിടെയൊക്കെ ഐദർ 0 or 1 നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. വേറെ കണ്ടീഷൻസും റെസ്ട്രിക്ഷൻസും ഒന്നുമില്ല. അപ്പോൾ 6 പൊസിഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് സച്ച് മെട്രിസസ് വിൽ ബി 2 to the power 6 എന്ന് കിട്ടും, 64 എന്ന് കിട്ടും. 64 ആയിരിക്കും അതിന്റെ ആൻസർ വരിക. ഇനി മൂന്നാമത്തെ ഒരു കണ്ടീഷൻ ചോദിച്ചിരിക്കുന്നത് നോൺ സിംഗുലർ അപ്പർ ട്രയാങ്കുലർ ആണ്. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ ആലോചിക്കണം. അപ്പർ ട്രയാങ്കുലർ സെറ്റ് ചെയ്യണം, അതിൽ നോൺ സിംഗുലർ ആയിട്ടും വരണം. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യണം അങ്ങനെ എത്ര പോസിബിലിറ്റീസ്, ഏതൊക്കെ പൊസിഷണൽ റെസ്ട്രിക്ഷൻ കൊടുക്കണം എന്നുള്ളത്. എനിവേ ആ പ്രോബ്ലം ഞാനിവിടെ ചെയ്യുന്നില്ല. സോ ലെറ്റ് ദിസ് ബി എ ട്രയൽ ഫോർ യു. ഓക്കെ, നിങ്ങൾ ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ഒരു 12ഓളം പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഇനി വേറെ ഓപ്ഷൻസ് ഇല്ല, ലൈക്ക് യു ഹാവ് ടു പ്രാക്ടീസ് ദ മോർ ക്വസ്റ്റ്യൻസ്. എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് പോസിബിൾ ആണോ അത്രയും പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.